ഉസ്താദ് തുപ്പിയ ബിരിയാണിയാണ് കേരളത്തിൽ വിളമ്പുന്നതെന്ന് പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാ. ഒരു കേസും ഉണ്ടായിരുന്നില്ല. ആ ബലത്തിലാണ്, ഒരു കേസുമില്ല എന്ന ബലത്തിലാണ് PC ജോർജ് ഒരു ചാനലിൽ നിന്ന് ഈ വിദ്വേഷം പറയുന്നത്. എത്ര പേർക്കെതിരെ സംഘപരിവാർ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസംഗത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും എത്ര പേർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാഷണമാണോ? നിങ്ങൾ കേസെടുത്തോ? എന്നിട്ട് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്നിട്ട് നിങ്ങൾ കേസെടുത്തോ? അത് വംശീയവും വർഗീയവുമായ വിദ്വേഷ പ്രസംഗമാണ്. നിങ്ങൾ കേസെടുക്കോ? നിങ്ങളല്ലേ കേസെടുക്കണ്ടേ? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ മനസ്സിലാക്കാത്തത്, ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് വികാരം ഉണ്ടായോ? മാധ്യമപ്രവർത്തകർക്ക് ഇത് കേൾക്കുമ്പോൾ വികാരം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സർക്കാരാണ് ഇത് തടയേണ്ടത്. അത് വിദ്വേഷമാണ്, നിങ്ങളാണ് തടയേണ്ടത്. നിങ്ങൾ കേസെടുക്കുന്നില്ല, അതിലും കേസെടുക്കുന്നില്ല, സംഘപരിവാറിനും കേസെടുക്കുന്നില്ല. നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. വിദ്വേഷം ഇവിടെ കിടന്ന് പുളയ്ക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തനങ്ങാൻ? എവിടെ അനങ്ങാൻ? ഞാൻ പറയട്ടെ, അത് കേക്ക്, ഇതൊന്ന് പിടിക്കേ. നിങ്ങളെല്ലാം കൂടി പിണറായി വിജയന്റെ തലയിൽ പെരവെക്കാൻ വേണ്ടി ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ പുളകിതരായതാരാ? നിങ്ങൾക്ക് വിഷമമുണ്ടായോ? ആര് പറഞ്ഞു? ഖുറാന്റെ മറവിൽ ഇതൊക്കെ പറഞ്ഞതാരാണ്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി ആരാ പറഞ്ഞു? മാധ്യമങ്ങളാ പറഞ്ഞു. ഇവിടുത്തെ പറയാ, ഇത് തന്നെ കളി. ഈ കളി ലീഗ് നടത്തുന്നുണ്ട്, ഈ കളി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്, ഈ കളി SDP നടത്തുന്നുണ്ട്. കളിക്കുന്നവരെ പിടിച്ച് അകത്ത് കിടണമെന്നേ അനിൽകുമാർ. ആര് കളിച്ചാലും പിടിച്ച് അകത്ത് കിടണം. നിയമം നടപ്പാക്കണം. ആര് വിദ്വേഷ പ്രസംഗം നടത്തിയാലും, ആര് വെറുപ്പ് ഉൽപ്പാദിച്ചാലും നടപടിയെടുക്കണം. അത് കഴിയുന്നില്ല നിങ്ങൾക്ക്. അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ഇതൊന്ന് ബാക്കിയൊന്ന് പറ. അത് പറയൂ, ബാക്കി ഞാൻ പറയുന്നത് കേൾപ്പിക്കില്ലല്ലോ നിങ്ങൾ. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസിനകത്ത് 16 പേരെ ജയിലിലേക്ക് വിട്ടു. ജീവപര്യന്തമോ വധശിക്ഷയോ എന്തോ കടുത്ത ശിക്ഷ കൊടുത്തു. ഉടനെ മറ്റേ കേസിൽ എന്തായി തീരുമാനമാകാത്ത? എന്താ? അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന കാര്യമല്ലേ? റിയാസ് മൗലവിയുടെ കേസ് വന്നപ്പോഴത്തേക്കും ആ കേസിനകത്ത് കോടതി ഒരു വിചാരണ നടത്തിയപ്പോൾ 6 കൊല്ലം ജയിലിൽ കിടന്നവരെ വെറുതെ വിട്ടു. ഉടനെ പിണറായി വിജയന് കുറ്റം. ഇവിടെ കുരങ്ങൻ അപ്പവും പങ്ക് വെക്കുന്ന പോലെ വർഗീയ ശക്തികൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് വർത്താനം പറയുകയാണ്. അതുകൊണ്ട് ഒരുത്തരും കേവന്മാരല്ല. റിയാസ് മൗലവിയുടെ വധക്കേസിൽ ആ കോടതി വിധിക്ക് കാരണം എന്താണ് അനിൽകുമാർ? ആ റിയാസ് മൗലവി വധക്കേസിൽ ആ കോടതി വിധി ഉണ്ടാകാൻ കാരണം എന്താണ്? ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി സ്റ്റേ ആണ്. ആരാ കേസ് നടത്തിയതാരാ? ഹൈക്കോടതി സ്റ്റേ ആണ്. പ്രോസിക്യൂഷൻ വരുന്ന വീഴ്ചയെയോ അന്വേഷണ സംഘത്തിന് വരുന്ന വീഴ്ചയോ സർക്കാരിന്റെ വീഴ്ചയായിട്ട് കാണാൻ പറ്റില്ല, വിമർശിക്കാൻ പാടില്ല. അങ്ങനെയാണ്. നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നേ. വിദ്വേഷം തടയാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ആ കേസ് ഈ കേസ് എന്ന് പറയുന്നതല്ലാതെ ഓൺലൈനിൽ നിങ്ങളിപ്പോ ഫേസ്ബുക്ക് തുറന്നു നോക്ക്, നിങ്ങളുടെ വാട്സപ്പ് തുറന്നു നോക്ക്, വിദ്വേഷ കമന്റുകൾ കാണാം. ഒന്നും ചെയ്യുന്നില്ല പോലീസ് ആ കാര്യത്തിൽ. റിയാസ് മൗലവി കേസ് അവിടെ വെക്കട്ടെ. അത് ആരുടെ കുഴപ്പം കൊണ്ടാണ് പ്രതികൾ വെറുതെ വിട്ടതെന്നൊക്കെ അറിയാമല്ലോ. എന്റെ ചോദ്യം ഇതാണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും നടക്കുന്ന വിദ്വേഷ പ്രസംഗം തടയാൻ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല. ഞാൻ മടങ്ങി വരാം അനിൽകുമാർ.